ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വഖഫ് വിഷയത്തിലാണ് പ്രതികരണം തോന്നുന്നത്. നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തട്ടിക്കൂട്ടിയ നിയമമാണ്. നേരത്തെയുള്ള വഖഫ് നിയമമൊക്കെ എല്ലാവരോടും കൂടിയാലോചിച്ചുകൊണ്ടുണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രശ്നങ്ങളിലൊക്കെ വഖഫ് സംബന്ധമായ വിഷയങ്ങളിലും പഠനം നടത്തിയ ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന നിയമമാണ്. കൂടിയാലോചനകളിലൂടെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ തട്ടിക്കൂട്ടിയ നിയമമാണ്. ആരോടും കൂടിയാലോചിച്ചിട്ടില്ല. ഒരു JPCക്ക് വേണ്ടി അത് JPCക്ക് വിട്ടുകൊടുത്തു. അവിടെയും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളൊന്നും സ്വീകരിച്ചില്ല. ഗവൺമെന്റ് അവരുടെ അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പാസ്സായി എന്ന് പറയുന്നു. എന്നാൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു എന്നുള്ളത് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതിപക്ഷ കക്ഷികൾ അതൊരു മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് അത് അവരുടെ ചില അജണ്ടകളുടെ ഭാഗമായിട്ട് അവർ നടപ്പാക്കുന്നതാണിത് എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പൊ വഖഫിനെ ബാധിക്കുന്നു, നാളെ ഇനി ചർച്ചയില്ലായിരിക്കും, മറ്റന്നാൾ വേറെ ഏതെങ്കിലും മതത്തിന്റെ വിഷയങ്ങളായിരിക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി അതിനെ ശക്തമായി എതിർക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗും അതിനെ എതിർത്തു. ഇനി കൃത്യമായ ഒരു നിലപാട് UDF നിലപാട് ക്രൈസ്തവ സംഘടനകളെയും ക്രൈസ്തവ വിശ്വാസികളെയും അവരെ ബോധിപ്പിക്കാൻ UDFന് കഴിഞ്ഞു. അങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലോ. മുനമ്പം വിഷയത്തില് UDFന്റെ നിലപാട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ നിലപാട് ഒക്കെ നേരത്തെ തന്നെ അറിയിച്ചു. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല. മുനമ്പം വിഷയത്തില് അവിടുത്തെ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങളുള്ളത്. അവിടെ കുടിയിരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ ഉണ്ടാവുകയില്ല. സംസ്ഥാന ഗവൺമെന്റാണ് മുനമ്പം വിഷയം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അവർ പരിഹരിക്കണം. പ്രത്യേകിച്ച് പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോൾ സങ്കീർണതകൾ ഉണ്ടാവും. അപ്പൊ ഇല്ലല്ലോ, സംഗതി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ക്രൈസ്തവ സമൂഹമുണ്ട്, നേതാക്കളുണ്ട്, മത മേലധ്യക്ഷന്മാരുണ്ട്. അവരോടൊക്കെ ഇനിയും ഞങ്ങൾ ചർച്ച തുടരും. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. മുനമ്പം വിഷയവും ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കേണ്ടതില്ല. മുനമ്പം വിഷയം സംസ്ഥാന സർക്കാരിന് വിട്ടുകൊടുത്തതാണ്. സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്. അവര് അത് സർക്കാരിൽ തീരുമാനിക്കേണ്ടത്. അവിടെ സമാധാനം ഉണ്ടാക്കണം. അവിടെ അതിന്റെ പേരിൽ ജനവിഭാഗങ്ങൾ തമ്മിൽ എതിരുണ്ടാകാൻ പാടില്ല. മതസൗഹാർദ്ദത്തിന് വിള്ളലുണ്ടാകാൻ പാടില്ല. കേട്ടോ, അത് മാധ്യമങ്ങളായി നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഞാൻ പറയേണ്ടതില്ലല്ലോ. അത്തരം ഒരു വർഗീയതയിലേക്ക് അത് പോകാൻ പാടില്ല. ആ നിലപാടാണ് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്താണ് വഖഫ് ബില്ലിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തുകയായിരുന്നു. അത് തട്ടിക്കൂട്ടിയ ബില്ലാണ് എന്നാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്.